കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച 4 മലയാളികൾക്ക് കൂടി വിട നൽകി നാട്. സാജൻ ജോർജ്, ലൂക്കോ സാബു, അനീഷ് കുമാർ, ആകാശ് നായർ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. വടകരയിലെ കാഫിർ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. CPIM ശ്രമിച്ചത് നാടിന്റെ ഐക്യം തകർക്കാനെന്ന് വിമർശനം. സ്ക്രീൻഷോട്ടിന് പിന്നിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ഷാഫി പറമ്പിൽ. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ്. CPIM വിതക്കുന്നതാണ് BJP കൊയ്യുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIMന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJPക്ക് ഗുണം ചെയ്തു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരെന്ന പ്രചാരണം തമാശയെന്നും തങ്ങൾ. തോൽവി പഠിക്കാൻ CPIM നേതൃയോഗങ്ങൾ നാളെ മുതൽ. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി. കയ്യാങ്കളിയിൽ കലാശിച്ചത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി DGP. തൃശൂരിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്നും കരുണാകരൻ ഗുരുവെന്നും പ്രതികരണം. തൃശൂർ ലൂർദ് പള്ളിയിലെത്തി മാതാവിന്റെ പ്രതിമയിൽ സ്വർണ്ണക്കൊന്ത ചാർത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് നൽകി EP ജയരാജൻ. വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസ് ഫയൽ ചെയ്തത് കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി.